KSU ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ സതീശനും സുധാകരനും തുറന്ന ഏറ്റുമുട്ടലിലേക്ക്. സുധാകരന്റെ അനുയായികൾക്കെതിരെ മാത്രം അച്ചടക്ക നടപടിയെടുത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. KSU ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ KPCC അധ്യക്ഷൻ അടിയന്തരമായി ഇടപെട്ടു. പൊടുന്നനെ 3-അംഗ കമ്മീഷനെയും നിയോഗിച്ചു. കമ്മീഷനിൽ നിന്ന് പ്രാഥമിക റിപ്പോർട്ടും വാങ്ങി. കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് കെ സുധാകരന്റെ നിലപാട്. ഇക്കാര്യത്തിൽ അതൃപ്തനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുട്ടികളുടെ പ്രശ്നമാണെന്നും അവർ വിഷയം പരിഹരിച്ചുകൊള്ളുമെന്നും അതിൽ മറ്റാരും ഇടപെടേണ്ട കാര്യമില്ലെന്നുമാണ് സതീശൻ പ്രതികരിച്ചത്. ഈ പ്രതികരണം സുധാകരനെ ലക്ഷ്യമിട്ടാണ്. കുട്ടികൾ തമ്മിലൊരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നം പരിധി വിട്ടു പോയിട്ടുണ്ടോ അല്ലയോ എന്ന് KSU തന്നെ അത് അന്വേഷിക്കും. അതിൻ്റെ മീതെ NSUI കമ്മിറ്റി ഉണ്ട്, അവരൊരു തീരുമാനമെടുക്കും. അതിലൊന്നും കയറി ഞാൻ അഭിപ്രായം പറയേണ്ട ആളാണ്. അവരന്വേഷിച്ച് KSU പ്രസിഡന്റ് NSU കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കും. അത് വെച്ച് നമുക്ക് നോക്കാം. സതീശന്റെ പ്രതികരണത്തിന് പിന്നാലെ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ NSUവിന്റെ അച്ചടക്ക നടപടി വന്നു. നടപടി നേരിട്ട 4 പേരിൽ 3 പേരും സുധാകരപക്ഷ നേതാക്കളാണ്. സുധാകരന്റെ അടുത്ത അനുയായി അനന്തകൃഷ്ണനെതിരെ മനഃപൂർവ്വം നടപടിയെടുത്തുവെന്ന് സുധാകരന് പരാതിയും ലഭിച്ചിട്ടുണ്ട്. സുധാകരൻ നിയമിച്ച 3-അംഗ കമ്മീഷന്റെ സമ്പൂർണ്ണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നിലപാട് വരും മുൻപാണ് അലോഷിയുടെ ഈ കടുംവെട്ട്. സുധാകരനെ ക്യാമ്പിൽ ക്ഷണിക്കാത്തതും VD സതീശൻ ക്യാമ്പിന്റെ ഉദ്ഘാടകനായതും ചോദ്യം ചെയ്തതാണ് അനന്തകൃഷ്ണനെതിരെയുള്ള പ്രതികാര നടപടിക്ക് പിന്നിൽ. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ സുധാകര വിഭാഗം കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നുവെന്നാണ് സൂചനകൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.